ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അടുത്ത വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ യു കെയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ യു കെയിലേക്കെന്നല്ല, കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലാൻഡിലേക്കോ അയർലൻഡിലേക്കോ ലോകത്ത് എവിടേക്ക് പോകാനാണെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് കുറേ നാളത്തേക്ക് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ബാറ്ററി നിൽക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഒരു ബേസിക് നീഡാണ്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ എന്തായാലും ബാറ്ററി ചാർജ് നിൽക്കുന്നത് കൊണ്ടുവരണം. വലിയ ഹൈസ്പെക് ഫോണൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ബാറ്ററി ചാർജ് നിൽക്കുന്ന ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ വഴി അറിയാതെ നമ്മൾ പെട്ടുപോകും ഗൈസ്. രണ്ടാമത് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ലാപ്ടോപ്പാണ്. നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ മെയിനായിട്ടും നമുക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ നോട്ട്സ് റെഫർ ചെയ്യാനും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആക്സസ് ചെയ്യാനും നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ആവശ്യം വരുന്നത് നമ്മുടെ ലാപ്ടോപ്പാണ്. പ്രത്യേകിച്ച് പേനയും പേപ്പറും ഒന്നും നിർബന്ധം പറയാത്ത യൂണിവേഴ്സിറ്റികൾ കമ്പ്യൂട്ടർ ബേസ്ഡ് സ്റ്റഡീസാണ് കൂടുതലായിട്ട് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ കൂടി ചില യൂണിവേഴ്സിറ്റികൾ ലാപ്ടോപ്പ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. പക്ഷെ അത് ഒരു ഇത്ര പീരീഡിലേക്ക് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുന്നത് പോലെയാണ് ലാപ്ടോപ്പ് എടുക്കുന്നത്. ഇത്ര പീരീഡ് കഴിയുമ്പോൾ നമ്മളത് തിരിച്ചു കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്കാണോ നിങ്ങൾ പോകുന്നതെന്നുള്ളത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് നിങ്ങൾക്ക് നിർബന്ധമല്ല. പിന്നെ ഈ ലാപ്ടോപ്പ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ബാഗ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗ് അത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ മൂന്നാമത് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രസ്സ്, അത്യാവശ്യം ഡ്രസ്സ് നമുക്ക് കയ്യിൽ കരുതണം. എല്ലാം ഇവിടെ വന്നിട്ട് വാങ്ങിക്കാമെന്ന് കരുതി മാറ്റി വെക്കരുത്. കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് ഡ്രസ്സാണ് ഇവിടെ നമുക്ക് ഒരു പാർട്ട് ടൈം ഇൻകം ആവുന്നത് വരെ എങ്കിലും നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ടും തെർമൽസും ഇന്നേഴ്സും നാട്ടിൽ നിന്ന് അത്യാവശ്യം കൊണ്ടുവരുന്നത് നല്ലതാണ്. തണുപ്പൊട്ടും പറ്റാത്തവരാണെങ്കിൽ തെർമൽസ് മസ്റ്റായിട്ടും കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് ജാക്കറ്റാണ്. നിങ്ങൾക്ക് മഴയത്തും തണുപ്പത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റ്. യു കെയുടെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റീവാണ്. നമ്മളിവിടെ ഫോർകാസ്റ്റ് നോക്കിയിട്ടാണ് തുണി അലക്കുന്നതും തുണി വിരിക്കുന്നതും. പക്ഷെ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഭയങ്കര ഹെവി ജാക്കറ്റ് ഒന്നും കൊണ്ടുവരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കൂടുതൽ വന്നിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ റൂം വരെ എത്തുന്നത് വരെയെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നിങ്ങൾ റൂമിൽ നിന്ന് ഒരു ഷോപ്പിംഗ് മാളിൽ പോയി നിങ്ങൾക്ക് നല്ലൊരു ജാക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം വാങ്ങിക്കുന്നത് വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജാക്കറ്റ് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടി വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് അടുക്കളയിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളുണ്ടല്ലോ. ഒരു ചായപാത്രം, ഒരു കെറ്റിൽ വാങ്ങിക്കുന്നത് വരെ. ഇനി അതല്ല നിങ്ങൾ എടുക്കുന്ന അക്കോമഡേഷനിൽ കെറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചായപാത്രത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു ഫ്രൈയിങ് പാൻ നിങ്ങൾക്ക് വേണം. ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൈയിങ് പാൻ വേണം. പിന്നെ മീൻ വറുക്കാനൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെക്കാൻ പറ്റുന്നൊരു പാത്രം വേണം. അതാകുമ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കറിയോ സാധാ പരിപ്പ് കറിയോ കടലക്കറിയോ എന്ത് കറി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്തിരി ഉള്ളുള്ള ഒരു കറിപ്പാത്രം വേണം. പിന്നെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഒരു പ്ലേറ്റ് വേണം. ചായ കുടിക്കാൻ ഒരു മഗ് വേണം. അത്യാവശ്യം 2 കുഞ്ഞു സ്പൂണും 2 വലിയ സ്പൂണും വേണം. കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് വെക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ സ്ഥലമുണ്ട്, കുക്കർ കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുക്കർ കൊണ്ടുവരുന്നത് നല്ലതാണ്. സാമ്പാർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പോർക്കൊക്കെ വാങ്ങിച്ചാൽ വേവിക്കണമെങ്കിലും കുക്കർ നമുക്ക് മസ്റ്റാണല്ലോ. അപ്പോൾ കുക്കർ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാഷറും ഒരു വിസിലും എക്സ്ട്രാ കൊണ്ടുവരണം കുക്കർ കൊണ്ടുവരുന്നവർ. പിന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് മിക്സി. ഞാൻ വന്നപ്പോൾ മിക്സി കൊണ്ടുവന്നായിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു യൂണിവേഴ്സൽ പ്ലഗ് 1, 2, 3 പറ്റുവാണെങ്കിൽ യൂണിവേഴ്സൽ പ്ലഗ് പോയിന്റ് ഉള്ള ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച മൊബൈലിൻ്റെ ചാർജർ ഇവിടുത്തെ പ്ലഗ് പോയിന്റിൽ സ്യൂട്ട് ആവില്ല. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ അയൺ ബോക്സ്, മിക്സി ഇതൊന്നും ഇവിടുത്തെ പ്ലഗ് പോയിന്റിൽ നമുക്ക് യൂണിവേഴ്സൽ പ്ലഗ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ UK പ്ലഗ് വാങ്ങിച്ചാലും മതി. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടി വന്നൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന 2 ഫയൽ, 1, 2 ഫയൽ. എൻ്റെ കയ്യിൽ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഉണ്ട് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമുള്ളത്. അതുകൊണ്ട് ഞാൻ 2 ഫയലും കൊണ്ടാണ് വന്നത്. പിന്നെ നിങ്ങളിവിടെ UK വന്നിട്ട് ഒരു UK അക്കൗണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് വരെ കയ്യിൽ കൊണ്ടുവരുന്ന കാശ് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വാലറ്റ്. ആദ്യമൊക്കെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ കാർഡ് ട്രാൻസാക്ഷൻസ് ചെയ്ത് തുടങ്ങുന്നത് വരെ നമ്മൾ ഈ കാശ് എവിടെയെങ്കിലും കടകളിൽ കൊടുക്കുമ്പോൾ അവർ ബാലൻസ് തരുന്നതിനകത്ത് ചിലപ്പോൾ ചില്ലറകളുണ്ടാകും. അപ്പോൾ നമ്മളുടെ പേഴ്സ്, വാലറ്റ് നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ UK എന്നല്ല ഇന്ത്യ വിട്ട് വേറെ എങ്ങോട്ട് പോയാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് തന്നെയാണ്.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് പാസ്പോർട്ട് സൂക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പാസ്പോർട്ട് പൗച്ച് വാങ്ങിക്കുന്നത് നല്ലതാണ്, നിർബന്ധമെന്ന് ഞാൻ പറയുന്നില്ല, വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഫൈനലി നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല 2 പെട്ടി വാങ്ങിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ UK വന്നപ്പോൾ കൊണ്ടുവന്നത്. ഏകദേശം ഒരു 10-20,000 രൂപയ്ക്കകത്താണ് ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ശാലു ഷാൻഡി സൈനിങ് ഓഫ് ഫോർ നൗ ആൻഡ് ഹോപ്പ് ടു സീ യു സൂൺ അഗൈൻ. ബൈ.